ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2012 പുറത്തിറങ്ങിയ വിതർ എന്ന ഒരു അടിപൊളി മൂവിയാണ്. പ്രേതവും സൗമ്യയും കൂടി ഒരുമിച്ച് മിക്സായ എങ്ങനെയിരിക്കും ആ ഒരു ആയിട്ടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഡയറക്റ്റ് മൂവിയിലോട്ട് എടുക്കാം, വാ. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരാൾ അയാളുടെ മകളെയും കൂട്ടി കാട്ടിൽ എന്തൊരു ആവശ്യത്തിന് വന്നിരിക്കാം. അവിടെ വെച്ച് അയാൾക്ക് അയാളുടെ മകളെ നഷ്ടപ്പെടും. അയാൾ ആ കാട് മുഴുവൻ മകളുടെ പേര് വിളിച്ച് നടക്കും, പക്ഷെ ആരും വിളി കേൾക്കില്ല. അങ്ങനെ ഇരിക്കെ പിന്നെയും അവിടെ നിന്ന് നടന്നു നീങ്ങി. ഇന്നേരം അവിടെ അയാളുടെ മകളെ ഒരു പെണ്ണ് കട്ടിച്ച് മുറിച്ച് തിന്നുക. ഇത് കണ്ട അയാൾക്ക് ആകെ ഷോക്കാകും. അയാൾ കയ്യിലുള്ള ഗണ്ണ് വെച്ച് ആ പെണ്ണിനെ ഷൂട്ട് ചെയ്യും. അവളുടെ നെറ്റിൽ ബുള്ളറ്റ് കയറി തുളവിടും. ഇതോടെ അവൾ ചത്തുപോകുമെന്ന് വിചാരിച്ചാൽ കുറച്ച് സമയത്തിനുള്ളിൽ അത് വീണ്ടും എഴുന്നേറ്റിരിക്കും. അവിടെ സീൻ കട്ട് ചെയ്താൽ ഇതാണ് നമ്മുടെ നായകനും നായികയും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇവരുടെ കല്യാണം. അതിനു മുമ്പ് ഫ്രണ്ട്സിന് ബാച്ചിലർ പാർട്ടി കൊടുക്കാൻ അവർ തീരുമാനിക്കും. അന്ന് നൈറ്റ് ഡിന്നർ കഴിക്കാനിരിക്കുമ്പോൾ ഹീറോ അവൻ്റെ പാരൻസിനോട് ബാച്ചിലർ പാർട്ടി നടത്തുന്നതിനെ പറ്റി പറയും. അവരും അതിന് സമ്മതം മൂളും. ഇന്നേരം അവൻ്റെ അപ്പനൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ആ കാട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചു പോകണമെന്ന് പറയും. ഓക്കെ ഡാഡി. അടുത്ത ദിവസം കാലത്ത് ബാച്ചിലർ പാർട്ടി കൊടുക്കാൻ ഫ്രണ്ട്സിനെയും കൂട്ടി നമ്മുടെ ലവേഴ്സ് പോയിക്കൊണ്ടിരിക്കുക. 2 വണ്ടിയിലായിട്ടാണ് ഇവർ അവിടേക്ക് പോകുന്നത്. ഫ്രണ്ടിലുള്ള വണ്ടിയിൽ നായികയും അവളുടെ ഗഡീസ. അവർ മൊത്തത്തിൽ 4 പേരുണ്ട്. ഇന്നേരം അവരുടെ വണ്ടിക്ക് ഒരു പയ്യൻ കൈ കാണിക്കും. അത് നമ്മുടെ ചെറുക്കൻ്റെ ടീമിലെ പയ്യനാണ്. അവനും വേഗം പുറകിലുള്ള ഹീറോയുടെ വണ്ടിയിൽ പോയി കയറിയിരിക്കും. ഇപ്പോൾ ഹീറോയോടൊപ്പം കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരിക്കുന്നവനാണ് മാർക്കസ്. നല്ല ജോളിയായിട്ട് എല്ലാവരും യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഒരു വിധന കാടിൻ്റെ അവിടെ എത്തിപ്പെട്ടു. ഇനി അവിടുന്ന് മുന്നോട്ട് വണ്ടി പോകില്ല. അതുകൊണ്ട് എല്ലാവരും കാറിൽ നിന്നിറങ്ങി കാടിൻ്റെ നടുവിലുള്ള ആ വീട്ടിലേക്ക് നടക്കാൻ ആരംഭിച്ചു. അവർ നടന്നു വരുന്ന വഴിയിൽ ഒരുത്തും തോക്കും പിടിച്ചു നിൽപ്പുണ്ട്. ഇത് കണ്ട് നമ്മുടെ ഗ്യാങ് ഒന്ന് പേടിക്കും. ഇവനെയാണ് നമ്മൾ സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ടത്. അവനും ഇവരെ മൊത്തത്തിലൊന്ന് നോക്കി അവിടുന്ന് പോകും. അങ്ങനെ നടന്ന് കാട്ടിലുള്ള വീട്ടിലേക്ക് അവരെത്തി. എന്നാൽ ആ വീടിൻ്റെ കീ എടുക്കാൻ ഹീറോ മറന്നുപോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? എല്ലാവരും അത് തുറക്കാനുള്ള തന്ത്രപ്പാടില്ല. അതേ നേരം മാർക്കസ് ആ ഷോർട്ട് ഹെയറുള്ള പെണ്ണിലെ, അവളുടെ പേര് മേരി, അവളെയും കൂട്ടി വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് ചെല്ലും. അവിടെ ഒരു വിൻഡോ ഉണ്ട്. അതൊരു വിധന ഓപ്പൺ ചെയ്ത് ഇവളോട് അതിനകത്തേക്ക് ചാടാൻ പറയും. അതെന്തിനാടാ? ഇല്ല, നമുക്കൊരു സർപ്രൈസ് അവർക്ക് കൊടുക്കാം. അവൻ പറഞ്ഞ പോലെ അവൾ ജനൽ വഴി അകത്തേക്ക് കയറും. അവിടെ മൊത്തം കൂരിട്ടാ. അവൾ കയറിയ പാടെ അവൻ ജനൽ ക്ലോസ് ചെയ്ത് അവിടുന്ന് പോകും. അവളും പതിയെ ഉള്ളിലേക്ക് നടക്കാൻ ആരംഭിക്കും. അവിടെ ജനലിൻ്റെ സൈഡിൽ ഒരു കാൻഡിൽ ഇരിക്കുന്നുണ്ട്. അത് കത്തിച്ച് അടുത്ത മുറിയിലേക്ക് ചെല്ലും. എന്തോ ഒരു പ്രത്യേകതയുള്ള മുറി അത്. അതിന് താഴെ ഒരു അറയുണ്ട്. ഇപ്പോൾ അവൾ ആ അറയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. അവിടെ നല്ല വെളിച്ചം. 6 ബൾബൊക്കെ കത്തിച്ചു വെച്ചിരിക്കുന്നു. ഈ അറയ്ക്കുള്ളിൽ ആരോ താമസിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവൾക്ക് ഉറപ്പായി. അവിടെ കോടാലിയും മറ്റു സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയം ഇരുട്ടുള്ള ഭാഗത്തു നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കും. ഉടനെ അവൾ അവിടേക്ക് ചെന്ന് നോക്കും. ഇപ്പോഴത്തെ ഹീറോ ഒരു വിധന ഫ്രണ്ടിലെ ഡോർ ഓപ്പൺ ചെയ്തു. അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് കയറും. അത് കഴിഞ്ഞ് അടുത്ത വാതിൽ തുറക്കുമ്പോൾ നമ്മുടെ മേരി അവിടെ പകച്ചു നിൽക്കുന്നു. ഇത് കണ്ട് ഇവരും ഷോക്കാകും. അവൾ ആ ഇരുട്ടിൽ പോയി എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട്. അതാണ് അവൾ അങ്ങനെ ഒരു അന്തവും കൊന്തവും ഇല്ലാതെ നിൽക്കുന്നത്. അന്ന് നൈറ്റ് എല്ലാവരും പാർട്ടി മൂഡിലേക്ക് എത്തി. എല്ലാവരും നല്ല ജോളിയായിട്ട് വെള്ളം അടിക്കാൻ ആരംഭിക്കും. എന്നാൽ മേരി മാത്രം വളരെ സാഡായിട്ടിരിക്കുക. ഇന്നേരമാണ് ആ ഇരുട്ടിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് ശബ്ദം കേട്ട് അവിടേക്ക് അവൾ ചെല്ലുമ്പോൾ ഇരുട്ടിലൊരു പ്രേതം ഇവളുടെ അടുത്തേക്ക് പാഞ്ഞെത്തും. വളരെ ക്രൂരത നിറഞ്ഞ മുഖഭാവത്തോടെ, കണ്ണെല്ലാം വെള്ള നിറം. ഇത് കണ്ട് ഇവൾക്ക് എന്തൊക്കെയോ സംഭവിക്കും. ഇപ്പോൾ കണ്ണിലെ കൃഷ്ണമണി മുകളിലേക്ക് മറിഞ്ഞ് ഒരു മാതിരി ആയിട്ടുണ്ടാകും. ഈ സംഭവം എല്ലാം ചിന്തിച്ച് ഇവൾ ബാത്റൂമിലേക്ക് പോയി. അവിടെ ചെന്ന് മിററിൽ നോക്കിയാൽ ഇവളുടെ കണ്ണ് കുറച്ച് ചുവന്ന നിറമായിരിക്കുന്നു. അധികം വൈകാതെ വീണ്ടും അവൾ കണ്ണാടിയിൽ വന്ന് നോക്കിയാൽ കണ്ണെല്ലാം ചൊകാന്നിരിക്കുന്നു. കൂടാതെ വായിൽ നിന്നെല്ലാം രക്തം വരാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട് സങ്കടം സഹിക്കാനാവാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൾ ബാത്റൂമിൽ വീഴും. അതേ നേരം പുറത്ത് സിഗരറ്റ് വലിച്ചിരിക്കുന്ന ഇവളുടെ പേര് മായ. അവളുടെ മൊബൈലിൽ ചാർജില്ല. ശരി, മുകളിൽ പോയി ചാർജ് കയറ്റി വരാമെന്നും പറഞ്ഞ് അവൾ മുകളിൽ മൊബൈൽ ചാർജിങ്ങിനും വെച്ച് ഇറങ്ങാൻ നേരം പടിയിൽ ദാ മേരി തല കുമ്പിട്ട് നിൽക്കുന്നു. മേരി വാ, അവരെല്ലാം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം, വാ മേരി എന്ന് വിളിക്കുമ്പോൾ ടക്കെന്ന് അവൾ തിരിയും. വളരെ കൊടൂരമായിട്ടുള്ള രൂപം മേരി ഇവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന് അവളുടെ മേൽ ചുണ്ട് കട്ടിച്ച് മുറിച്ചെടുക്കും. പേടിച്ച് പതറി ഓടിയ മായ പടിയിൽ നിന്ന് പതുക്കോന്ന് താഴേക്ക് വീഴും. ഇവളുടെ ഈ ഒച്ചയും ബഹളം കേട്ട് ഹീറോനും ഇവരുടെ മറ്റൊരു ഫ്രണ്ടും അവിടേക്കെത്തും. അവർ വരുമ്പോൾ കാണുന്ന കാഴ്ച മേരി കടിച്ചു മുറിച്ചെടുത്ത ചുണ്ടെല്ലാം ചവച്ചരച്ചു തിന്നുക. അപകടം മനസ്സിലാക്കിയ ഹീറോയിൻ മായയെ വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ഹീറോയിൻ്റെ കൂടെ വന്ന ഫ്രണ്ടിലെ, അവളുടെ പേര് ഇനിയ. ഇനിയുടെ തൊട്ടടുത്ത് മേരി വന്നു നിൽക്കും. ഇത് കണ്ട് അവൾ പേടിക്കും. അതേസമയം മേരി അവളുടെ മുഖത്തേക്ക് ചോര തുപ്പും.
ഈ സംഭവത്തോടെ ആകെ ഒച്ചയും ബഹളമായിരിക്കും അവിടെ. ഉടനെ സൈമൺ അവിടേക്ക് എത്തും. വന്ന പാടെ അവൻ പ്രേതത്തിന്റെ മുഖത്ത് കുത്തും. ശേഷം ഹീറോയും സൈമണും ചേർന്ന് അവൾ അവിടെ കെട്ടിയിടും. അവളുടെ മുഖമെല്ലാം തുടച്ചും കൊടുക്കും. ഈ ടൈമിൽ അവിടേക്ക് മാർക്കസ് എത്തും. ഇവർക്ക് ഇതെന്താ സംഭവം എന്നൊന്നും മനസ്സിലാക്കില്ല. ഹീറോയിൻ ഇപ്പോൾ മായയുടെ മുഖത്ത് ഡ്രസ്സിംഗ് എല്ലാം ചെയ്തു കൊടുക്കുക. ഈ സമയം പുറത്ത് ആരോ വന്നിട്ടുണ്ട്. ഹീറോ ആരാ ഇതെന്ന് വിചാരിച്ച് ചെന്ന് നോക്കിയാൽ കാട്ടിൽ കണ്ട മനുഷ്യൻ. എന്താ ഇവിടെ പെണ്ണുങ്ങളുടെ കരച്ചിലെല്ലാം കേട്ടല്ലോ? അതൊന്നുമില്ല, നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. ഇല്ല, എനിക്കറിയാം ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഞാൻ അകത്തേക്ക് കയറട്ടെ എന്ന് അയാൾ കേൾക്കും. പക്ഷെ അവൻ സമ്മതിക്കില്ല. അവസാനം അയാൾ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തും. അങ്ങനെ ഇവൻ അയാൾ അകത്തേക്ക് കയറ്റി. അയാൾ അകത്ത് കയറി നോക്കിയാൽ മേരി അവിടെ കെട്ടിപ്പൂട്ടിയിരുത്തിയിട്ടുണ്ട്. പ്രേതത്തിന്റെ അടുത്ത് ചെന്ന് അവളെ മൊത്തത്തിൽ വീക്ഷിക്കും. ഇന്നേരം അവന് ചില കാര്യങ്ങൾ പിടികിട്ടും. ഇപ്പോൾ ഹീറോയും സൈമണും അയാളുടെ ഇതേപ്പറ്റി കേൾക്കുമ്പോൾ അയാൾ അയാളുടെ ഫ്ലാഷ് ബാക്ക് പറയും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അയാളുടെ ഭാര്യയും മകളെയും കൂട്ടി കാട്ടിലെ ഈ വീട്ടിലേക്ക് വരും. അവരോട് വീട്ടിലേക്ക് കയറിക്കോ, ഞാൻ ഇപ്പോൾ വേട്ടയാടി വരാമെന്ന് പറഞ്ഞ് അയാൾ കാട്ടിലേക്ക് നടക്കും. തിരിച്ച് ഇയാൾ വന്നു നോക്കിയാൽ ഇയാളുടെ ഭാര്യയും കുഞ്ഞിനെയും കാണാനില്ല. അയാൾ ആ കാട് മുഴുവൻ അവരുടെ പേരും വിളിച്ച് നടക്കും. ഇതാണ് സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മൾ കണ്ടത്. ഈ സമയം അയാളുടെ ഭാര്യ ഒരു പ്രേതമായി അവളുടെ മകളെ തന്നെ കട്ടിച്ചു മുറിച്ചു തിന്നും. മരിക്കുന്നതിന് മുമ്പ് മകൾ അയാളുടെ ഒരു കാര്യം പറയും. ഞങ്ങൾ ആ വീട്ടിലേക്ക് പോയി, അവിടെ പോയതിനു ശേഷം അമ്മ പ്രേതമായി മാറിയത് എന്നും പറഞ്ഞ് അവൾ മരിക്കും. ഈ പ്രേതങ്ങളെ എത്ര വെടിവെച്ചാലും അവ തിരിച്ച് വീണ്ടും എഴുന്നേൽക്കും. അതിനാൽ അയാൾ പെട്രോൾ കൊണ്ടുവന്ന് സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും കൊല്ലും. ആ പ്രേതം നമ്മളെ അറ്റാക്ക് ചെയ്താലോ ഇല്ലെങ്കിൽ അവയുടെ രക്തം നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാലോ നമ്മളും അവരെ പോലെയായി തീരും. ഹീറോയിനും ഇത് കേട്ട് പേടിച്ചു പോകും. പക്ഷേ സൈമൺ ഇതെല്ലാം ഒരു കെട്ടുകഥയാണെന്നും പറഞ്ഞ് തള്ളിക്കളയും. അതേ നേരം മാർക്കസ് നമ്മുടെ മായയെ കാണാൻ ചെല്ലും. അവൾ ജീവനോടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. എന്നാൽ അനക്കും സംസാരമില്ലാത്തതിനാൽ അവൾ മരിച്ചുപോയെന്ന് വിചാരിച്ച് അവൻ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അതേ നേരം അവളെൻ്റെ മുഖത്ത് മാന്തി അറ്റാക്ക് ചെയ്യാൻ വരും. ഇവനും പേടിച്ച് താഴെ വീഴും. അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് ഓടാൻ ട്രൈ ചെയ്യുമ്പോൾ പിന്നിലൂടെ വന്ന പ്രേതം ഇവന്റെ പുറത്ത് കയറി ഇരുന്ന് ഇവനെ കടിക്കാൻ ശ്രമിക്കും. ഇവിടെ വലിയൊരു മൽപ്പിടുത്തം തന്നെ നടക്കും. ഇപ്പോൾ ശബ്ദം കേട്ട് അവിടേക്ക് വേട്ടക്കാരൻ എത്തും. വന്ന പാടെ അവളെ ഷൂട്ട് ചെയ്യും. വെടിക്കൊണ്ട ഉടനെ അവൾ തൊട്ടടുത്തുള്ള ജനൽ വഴി പുറത്തേക്ക് എടുത്തു ചാടും. ഇതെല്ലാം കണ്ട് എല്ലാവരും ഷോക്കായിട്ട് നിൽക്കാം. വേട്ടക്കാരൻ ഇവരോട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് അവർക്ക് ബോധ്യമാകും. ഇതേ സമയം ഇത്രയും നേരം നിരീശ്വരവാദിയായിരുന്ന നമ്മളുടെ സൈമൺ ഇനി ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് ഹീറോയോട് വഴക്കുണ്ടാക്കി അവന്റെ ഗേൾ ഫ്രണ്ട് ഇനിയും കൂട്ടി പുറത്തേക്ക് കിടക്കും. ഈ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു കുടിലുണ്ട്. അവിടെ പോയി എന്തെങ്കിലും ടൂൾസ് കിട്ടുമെന്ന് നോക്കും. ആൾക്ക് ഓരോന്ന് വിധം മഴവും മറ്റും അവരവിടെ നിന്ന് എടുക്കും. ഇപ്പൊ ഈ കുടിലിന്റെ ഒരു ഭാഗത്ത് കാക്കകൾ കൂട്ടമായി ചത്ത് അഴുകി കിടപ്പുണ്ട്. ഇതേ സമയം വേട്ടക്കാരൻ വീടിന്റെ പുറത്തിറങ്ങി രക്ഷപ്പെട്ടു പോയ പ്രേതത്തെ മിരട്ടി വന്നുകൊണ്ടിരിക്കാം. ആ ഇരുട്ടിൽ ആ പ്രേതത്തെ അവൻ തേടുമ്പോൾ അവൾ ഇവന്റെ പുറകിലൂടെ വന്ന് കഴുത്ത് കടിച്ച് മുറിച്ച് ഒരു കഷ്ണം വേർപ്പെടുത്തിയെടുക്കും. ആ വേദന അവൻ വാ വിട്ട് കരയും. ഒരു വിധേന അവൾ തള്ളി താഴെയിട്ട ശേഷം കയ്യിലുള്ള ഗണ്ണ് വെച്ച് ടപ്പേന്ന് വെടിവെക്കും. ഇതൊന്നും കൂടാതെ കയ്യിലുള്ള കത്തി വെച്ച് നെഞ്ചിൽ ചക്കെന്ന് കുത്തിയെടുക്കും. ശേഷം അതേ കത്തി ഉപയോഗിച്ച് അവളുടെ കഴുത്ത് അറുത്ത് മുറിച്ച് ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കും. ഇതെല്ലാം വീടിന്റെ ജനൽ വഴി ഹീറോയിനും കണ്ടുകൊണ്ടിരിക്കാം. അവർക്ക് ഇവൻ സിഗ്നൽ കൊടുത്ത് അടുത്തുള്ള ആ കുടിലിൽ പോയി സ്വയം വെടിവെച്ച് മരിക്കാൻ തീരുമാനിക്കും. കാരണം ആ പ്രേതം ഇവനെയും കടിച്ചില്ലേ. അധികം താമസിയാതെ ഇവനും പ്രേതാകും. മരിക്കുന്ന മുമ്പ് അവൻ അവന്റെ ഭാര്യയും മകളെയും ഓർക്കും. ശേഷം സ്വയം വെടിവെച്ച് അവൻ മരിക്കും. ഇതേ നേരം ആയുധങ്ങളെടുത്ത് പുറത്തിറങ്ങിയ സൈമണും അവന്റെ ഗേൾ ഫ്രണ്ടും അവർക്കിപ്പോൾ എന്തു തോന്നിയെന്നറിയില്ല ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്യും. അതേസമയം അവളുടെ കണ്ണ് റെഡിഷ് ആയിരിക്കുന്നത് അവൻ ശ്രദ്ധിക്കും. ഉടനെ കയ്യിലുണ്ടായിരുന്ന ആയുധം വെച്ച് അവളെ ഒറ്റയടി. ഇതോടെ അവൾ ബോധം കെട്ടു വീണു. അവൾ മരിച്ചോ ജീവനോടെ ഉണ്ടോ എന്നൊന്നും അറിയില്ല. ഇവിടെ ഹീറോയിൻ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന മേരിയെ നോക്കാൻ ചെല്ലും. പക്ഷെ അവൾ അവിടെ ഒന്നും കാണാനില്ല. ഈ കാര്യം ഹീറോയോട് പറയും. ഇവനാണെങ്കിൽ ജനലിന്റെ തൊട്ടടുത്തായിരിക്കുന്നത്. ഈ സമയം അതിലൂടെ പ്രേതം അവനെ പിടിക്കാൻ വരും. അപ്പോഴേക്കും അവൻ കൊതറി മാറി നിൽക്കും. കുറച്ച് സമയത്തിനുള്ളിൽ ജനൽ വഴി പ്രേതം അകത്തേക്ക് കടന്നു. തൊട്ടു മുൻപിൽ നിൽക്കുന്ന ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ അവൾ പാഞ്ഞു വരുമ്പോൾ അവൻ അവളെ പിടിച്ച് വലിച്ചെറിയും. അവളും പതക്കോന്ന് താഴേക്ക് വീണു. ഇപ്പൊ അവിടെ നിന്ന് എഴുന്നേറ്റ പ്രേതം അവനെ വിട്ട് ഹീറോയിന്റെ അടുത്തേക്ക് ചെല്ലും. അവള് കയ്യിൽ കത്തി പിടിച്ച് പേടിച്ച് വിറച്ചു നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് നടന്നു നീങ്ങിയ പ്രേതത്തിന്റെ ശരീരത്തിലേക്ക് കത്തി കുത്തിക്കയറും. പക്ഷെ അവൾക്ക് യാതൊരു ഭാവവ്യത്യാസവുമില്ല. പ്രേതം നായികയുടെ മുഖത്തേക്ക് ചോര തുപ്പും. അതേ ടൈം അവിടേക്ക് വന്ന നായകൻ മേരിയുടെ വയറ്റിൽ കുത്തിക്കയറി കത്തിയെടുത്ത് അവളുടെ താടി വഴി വായയിലേക്ക് കുത്തിയിറക്കും. ഇതോടെ അവൾ ചത്തിട്ടുണ്ടാകുന്ന സമാധാനത്തിൽ ഇവർ നിൽക്കുമ്പോൾ ടക്കെന്ന് അവൾ കണ്ണു തുറക്കും. പൂർവാധികം ശക്തിയോടെ അവിടുന്ന് എഴുന്നേറ്റ് വന്ന് ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ മാർക്കസ് വലിയൊരു കമ്പി കഷ്ണം കൊണ്ടുവന്ന് പ്രേതത്തിന്റെ തല വഴി കുത്തി പുറത്തേക്കെടുക്കും. അവസാനം മേരി ചത്തുപോകും. പുറത്ത് നല്ല മഴയാ. സൈമൺ ഇപ്പോൾ മയങ്ങി വീണ അവന്റെ ഗേൾ ഫ്രണ്ടിനെ ഒരു കുഴിയെടുത്ത് കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കാം. അതേ നേരം നായകനും നായികയും എല്ലാ പ്രശ്നവും സോൾവ് ആയെന്നും വിചാരിച്ചു നിൽക്കുമ്പോൾ
ഇത്രയും നേരം ഇവർക്ക് രക്ഷകനായിട്ട് നിന്ന മാർക്കസ് കണ്ണെല്ലാം വെളുത്ത് പ്രേതമാകാൻ ആരംഭിക്കും. ഇത് കണ്ട് ഇവർ പേടിച്ച് മുകളിലേക്ക് ഓടിപ്പോകും. പിന്നാലെ അവൻ കയ്യിൽ ഒരു കമ്പി വടി എടുത്തു ചെല്ലും. ഇവർ വേഗം ഒരു മുറിയിൽ കയറി കഥ കടയ്ക്കാൻ നോക്കുമ്പോഴേക്കും അവൻ നമ്മുടെ ഹീറോയെ പിടിച്ചു വലിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ വരും. ഈ ടൈമിൽ ഹീറോയിൻ അവളുടെ കയ്യിൽ കിട്ടിയ പെണ്ണ് വെച്ച് അവൻ്റെ നെറ്റിയിൽ ഒറ്റ കുത്ത്. ശേഷം അവനെ തള്ളി മറിച്ചിട്ട് വാതിലടയ്ക്കും. മാർക്കസിന് മുൻപ് ആ പ്രേത നഖം കൊണ്ട് കീറിയിട്ടുണ്ടായിരുന്നില്ലേ, ആ സമയം അതിൻ്റെ ബ്ലഡ് ഇവൻ്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ടാകും. അങ്ങനെ പതിയെ പതിയെ ഇവനും പ്രേതമായി മാറിയത്. സൈമൺ ആണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വന്നു. മേരി അവിടെ ചത്തുകിടപ്പുണ്ട്. അവൻ കയ്യിൽ കോടാലിയായിട്ട് മുകളിലേക്ക് ചെന്ന് നമ്മുടെ ടീം നിൽക്കുന്ന റൂമിന്റെ കതകിൽ തട്ടി വാതിൽ തുറക്കാൻ പറയും. പക്ഷെ അവർ പേടിച്ചിട്ട് തുറക്കില്ല. അതേ നേരം ഇരുട്ടിൽ നിന്ന് മാർക്കസ് വരും. ആ 2 വെള്ള കണ്ണുകൾ ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് സൈമണിന് കാര്യം പിടികിട്ടും. ഈ സമയം പാഞ്ഞു വന്ന മാർക്കസ് സൈമനെ തള്ളിയതും ജനൽ വഴി മുകളിൽ നിന്ന് താഴേക്ക് വീഴും. അത്ര ഉയരത്തിൽ നിന്ന് വീണതുകൊണ്ട് സൈമന്റെ ശരീരം മാസകലം മുറിവുണ്ടാകും. അവനെ കൊണ്ട് ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല. പതിയെ എഴഞ്ഞെഴഞ്ഞ് അവിടുന്ന് നീങ്ങുമ്പോൾ അവന്റെ മുൻപ് ഇവന്റെ ഗേൾ ഫ്രണ്ടിനെ കുഴിച്ചു മൂടിയിട്ടുണ്ടായിരുന്നില്ലേ, അവൾ പ്രേതമായി ഇവന്റെ മുൻപിൽ നിൽക്കുന്നു. അടുത്ത സ്റ്റെപ്പ് ഞാൻ പറയണ്ടല്ലോ, അവൾ അവന്റെ കഥ തീർക്കും. ഇതെല്ലാം കണ്ട് പേടിച്ച് നമ്മുടെ ആളുകൾ അവിടെ രക്ഷപ്പെടാനുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കാം. ഫസ്റ്റ് ജനൽ വഴി പുറത്തേക്ക് ചാടാമെന്ന് തീരുമാനിക്കും. പക്ഷെ ഇത്രയും ഉയരത്തിൽ നിന്ന് ചാടിയാൽ എന്തായാലും അവരുടെ പണിക്കുറ്റി തീരുമെന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് അവർ ചാടില്ല. വാതിൽ തുറന്ന് പുറത്ത് കടക്കാമെന്ന് വിചാരിച്ചാൽ വാതിലിന്റെ മുൻപിൽ മാർക്കസ് നിൽപ്പുണ്ട്. ഇപ്പൊ ഇവർ നിൽക്കുന്ന മുറിയിൽ മറ്റൊരു മുറിയുണ്ട്. അത് ഓപ്പൺ ചെയ്തപ്പോൾ നിറയെ ടൂൾസ് ഇരിക്കുന്നു. ആൾക്ക് ഒന്ന് വീതം ഓരോന്നെടുത്ത് അവരവിടെ നിന്ന് ഇറങ്ങും. നോക്ക്, ഞാൻ കതക് തുറന്ന് പ്രേതത്തെ മാനേജ് ചെയ്തുകൊണ്ട് ആ ഗ്യാപ്പിൽ നീ അവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അവളും ഓക്കെ പറയും. അങ്ങനെ വാതിലും തുറന്ന് അവർ പ്ലാൻ ചെയ്തതുപോലെ ഹീറോ അവനെ ആയുധം വെച്ച് ഭീഷണിപ്പെടുത്തി അവന്റെ ശ്രദ്ധ തിരിച്ച ഗ്യാപ്പിൽ ഹീറോയിൻ അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരും. അതേ നേരം ഇവരുടെ ഗ്യാങ്ങിലെ മറ്റൊരാൾ പ്രേതമായി ഇവൾ നോക്കി പടിയുടെ അവിടെ നിൽക്കുന്നു. ഇന്നേരം അവിടേക്ക് എത്തിയ ഹീറോ നായികയുടെ അടുത്ത് കയറി പോകാൻ പറഞ്ഞ് അവനും അവിടുന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുമ്പോൾ പ്രേതം അവന്റെ കാലിൽ പിടിച്ചു വലിക്കും. ഉടനെ കയ്യിലുള്ള കോടാലി വെച്ച് അതിന്റെ കയ്യിൽ ഒറ്റ വെട്ട്. ശേഷം ഹീറോ അതിനെ കൊല്ലും. അത് കഴിഞ്ഞ് 2 പേരും സമാധാനപ്പെട്ട് സ്റ്റെയർ കേസ് ഇറങ്ങി പോകാൻ നിൽക്കുമ്പോൾ വീണ്ടും മാർക്കസ് അവിടേക്ക് എത്തി. ഒരു കാരണവശാലും അവരെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ മാർക്കസ് ഇവർ ഇറങ്ങിപ്പോകാൻ നിൽക്കുന്ന പടിയിലേക്ക് കുതിച്ചു ചാടി അവിടെ നിൽക്കും. ഇത് കണ്ടതും അവർ തിരിച്ച് വീണ്ടും ആയുധം വെച്ച മുറിയിലെ അവിടെ പോയി ഒളിഞ്ഞിരിക്കും. ഈ സമയം മാർക്കസ് കോടാലി കൊണ്ടുവന്ന് ഇവരുടെ മുറിയുടെ കതക് അട്ടിച്ച് പൊട്ടിക്കാൻ നോക്കുക. അതേ നേരം ഹീറോ ഇവ നിൽക്കുന്ന മുറിയുടെ ഫ്ലോർ അതിന് ഇത്തിരി ബലക്കുറവുണ്ട്. ഉടനെ ഹീറോ ഒരു 4-5 പ്രാവശ്യം അതിനെ ചവിട്ടി പൊട്ടിച്ച് താഴേക്ക് വീഴും. ആ വീണ വീഴ്ചയിൽ അവന് ഭയങ്കരമായിട്ട് പരിക്കുപറ്റും. തൊട്ട് പിന്നാലെ ഹീറോയിനും അവിടേക്ക് ചാടും. ഇവള് ചാടി അതേ നേരത്ത് ആ പ്രേതം ആ മുറിയിലെത്തിയിട്ടുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമേ ഹീറോയിൻ രക്ഷപ്പെട്ടത്. ഇപ്പോൾ അവിടെ നിന്ന് പ്രേതം ഇവരെ ആക്രോശിച്ച് ചാടാൻ നോക്കുക. ഹീറോയിന് കിസ് കൊടുത്ത് നീ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുമെന്നും പറഞ്ഞ് അവളെ പറഞ്ഞയക്കും. എന്തായാലും പ്രേതം ഇവൻ്റെ അടുത്തേക്ക് ചാടുമെന്ന് അവന് ഉറപ്പുള്ളതുകൊണ്ട് അവൻ അവൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന സ്റ്റൂള് തല കീഴായി വെച്ച് അവൻ ചാടുന്ന ടൈം നോക്കി കൃത്യസ്ഥാനത്ത് വെക്കും. അവനെ നോക്കി ആഹ്ലാദിച്ച് ചാടിയ പ്രേതം നേരെ ചെന്ന് വീണത് സ്റ്റൂളിൻ്റെ പുറത്താണ്. അതിന് 4 കാലും അവൻ്റെ ദേഹത്ത് കുത്തിക്കയറി. വീണ വീഴ്ചയുടെ വേദന കൊണ്ട് ഹീറോ അവിടെ മയങ്ങി വീഴുകയും ചെയ്യും. കുറച്ച് സമയത്തിനുള്ളിൽ മയക്കത്തിൽ നിന്നിട്ട് ഹീറോ കാണുന്നത് പ്രേതം ഇവൻ്റെ മുൻപിൽ നിൽക്കുന്ന. ഉടനെ അവിടെ കിടന്നിരുന്ന ചുറ്റിക്കെടുത്ത് അവൻ്റെ തല നോക്കി ഒന്ന് കൊടുക്കും. ഇതോടെ അത് ചാകും. ശേഷം തൻ്റെ ലവറെ നോക്കാൻ പോയ ഹീറോ കാണുന്നത് സൈമൺ പ്രേതമായിട്ട് അവളുടെ കഴുത്ത് കടിച്ചു മുറിച്ച് അവൾ മയങ്ങിക്കിടക്കുന്ന. ഇത് കണ്ട് ദേഷ്യം വന്ന ഹീറോ സൈമനെ അടിക്കാൻ വരും. എന്നാൽ ആ പ്രേതം അതിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയെടുത്ത് വീശി ഇവനെ അടിക്കാൻ നോക്കും. ഹീറോയും എങ്ങനെയൊക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവസാനം അവിടെയുള്ള ജനൽ വഴി പുറത്തേക്ക് ചാടി രക്ഷപ്പെടും. അതേസമയം പ്രേതം അതുവഴി അവനെ നോക്കും. ഹീറോ വീടിൻ്റെ സൈഡിലുള്ള ഗോഡൌണിൽ പോയി മുൻപ് വേട്ടക്കാരൻ അവൻ്റെ ഗണ്ണ് ഉപയോഗിച്ച് സ്വയം വെടിവെച്ച് മരിച്ചില്ലേ, ആ ഗണ്ണ് അവിടെ നിന്ന് എടുത്ത് ഗോഡൌണിൽ വെയിറ്റ് ചെയ്യും. കുറച്ച് സമയത്തിനുള്ളിൽ പ്രേതം അവിടേക്ക് എത്തി. ഉടനെ കയ്യിലുള്ള ഗണ്ണ് വെച്ച് പ്രേതത്തിൻ്റെ മുഖം നോക്കി മതിയാവോളം വെടിവെക്കും. ഇതോടെ സൈമന്റെ മുഖത്ത് വലിയൊരു ഓട്ട വീഴും. ഇവനെ കൊന്നതിന് ശേഷം ഓടിക്കതച്ച് വീട്ടിൽ പോയി അവൻ്റെ ലവറെ നോക്കിയാൽ അവൾ ഒരു പ്രേതമായി കഴിഞ്ഞു. ഇത് കണ്ട് അവൻ ആകെ ഷോക്കാകും. ഇവനെ കണ്ടതും അവൾ പാഞ്ഞു വന്ന് അവനെ കടിക്കാൻ നോക്കുമ്പോൾ അവൻ അവളെ തള്ളി താഴെയിടും. ക്യാമറ തിരിച്ച് അവളുടെ ഫേസ് കാണിച്ചാൽ കണ്ണെല്ലാം റെഡിഷായി. കൂടാതെ കണ്ണിൽ നിന്ന് കണ്ണീര് വരും. അതായത് നീ എന്നെ കൊന്നേക്കെന്ന് അവൾ പറയാതെ പറയും. അവനും അടുത്തുള്ള അലമാര അവളുടെ ദേഹത്തേക്ക് മറച്ചിട്ട് അവളുടെ കഥ തീർക്കും. ഇതേ സമയം ഇവരുടെ ഈ വീടിന്റെ ബേസ്മെന്റിൽ ഒരു പ്രേതം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരും. അതിന്റെ കണ്ണെല്ലാം വെള്ള നിറ. ഇതിനെപ്പറ്റി ഹീറോയ്ക്ക് മുൻപ് അറിയാമെന്ന് തോന്നുന്നു. അത് ഇവന്റെ അടുത്തേക്ക് വന്നതും ഇവന്റെ കണ്ണടയ്ക്കും. അതിനെ മനുഷ്യന്റെ കണ്ണ് കണ്ട മനുഷ്യന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അത് മനസ്സിലാക്കിയ നമ്മുടെ ആള് കണ്ണടച്ചത്.
അത് ഇവന്റെ ദേഹത്ത് ഒരസിയും തലോടിയും ഒക്കെ നോക്കും. പക്ഷെ അതിനൊന്നും പിടികിട്ടില്ല. അങ്ങനെ അത് അവിടുന്ന് പോകുന്ന സമയം ഹീറോ കണ്ണു തുറക്കും. കറക്റ്റ് ആ പ്രേതം അത് കണ്ടുപിടിക്കും. മനുഷ്യൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അത് അവിടേക്ക് പാഞ്ഞു വരുമ്പോഴേക്കും ഹീറോ ടക്കെന്ന് അവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്യും. എന്നിട്ട് അവിടെ എന്തെങ്കിലും ആയുധം ഉണ്ടോന്ന് തപ്പും. അവസാനം അവനൊരു കത്തി കിട്ടും. ഇത് അടുത്തേക്ക് വരുന്ന സമയം നോക്കി ഹീറോ അതിനെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കും. ഇതോടെ അത് താഴെ വീണ് ചുരുണ്ട് കിടക്കും. ഉടനെ ഹീറോ അടുത്തുള്ള ഫ്രിഡ്ജ് അതിന്റെ ദേഹത്തേക്ക് തള്ളിയിട്ട് അതിന്റെ കാര്യത്തിലും തീരുമാനമാക്കി. അങ്ങനെ ഇത്രയും പേര് ചേർന്ന് പോയ യാത്രയിൽ അവസാനം ഇവൻ മാത്രം തിരിച്ച് ജീവനോടെ ആ വീട് വിട്ടിറങ്ങി. ഈ സിനിമയിൽ ആനിമേഷനിലൂടെ പ്രേതം ആ കാട്ടിൽ എങ്ങനെ എത്തിയെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് പണ്ട് ഈ കാട്ടിലൊരു യക്ഷി ഉണ്ടായിരുന്നു. ആ യക്ഷി കാട്ടിൽ വന്ന് ഒരു സ്ത്രീയുടെ ദേഹത്ത് കയറി അവള് പ്രേതമായി മാറി. ഇപ്പൊ അവിടെയുള്ള ഫാദർ ആ യക്ഷിയെ പ്രാർത്ഥിച്ച് തളച്ച കാടിന്റെ നടുവിലുള്ള വീടിന്റെ ബേസ്മെന്റിൽ ബന്ധസ്ഥയാക്കും. ആ പ്രേതത്തിനെ കണ്ണു നോക്കി മനുഷ്യന്റെ സാന്നിധ്യം മനസ്സിലാക്കി അവനെ ആക്രമിച്ച് അവനെയും പ്രേതമാക്കാനുള്ള കഴിവുണ്ട്. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കും. ബൈ.